ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മൈസൂർ പാക്കാണ്. അപ്പം നോർമലി നമ്മൾ മൈസൂർ പാക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ഞാനും ആ മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്, പക്ഷെ ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്നു മാത്രം. ഓക്കെ, അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ ഞാനൊരു 1 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, പിന്നെ 1 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് നെയ്യ്, 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ, പിന്നെ കുറച്ച് വെള്ളം. അപ്പം ഇൻഗ്രീഡിയൻസ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഞാൻ യൂസ് ചെയ്തത് കൊക്കോ പൗഡർ ആണ്. അപ്പം ഇതൊരു ചോക്ലേറ്റ് മൈസൂർ പാക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ 1/2 കപ്പ് നെയ്യും 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും എടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പ് നെയ്യ് എടുക്കാം. 1 കപ്പ് നെയ്യ് മാത്രം എടുത്തിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിവാക്കാം. അതല്ല ഞാൻ ചെയ്തിരിക്കുന്നത് 1/2 കപ്പ് നെയ്യും 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും എടുത്തിരിക്കുന്നു. സ്റ്റെപ്പായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്, ആദ്യം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന കടലപ്പൊടിയും കോൺഫ്ലോറും അതേപോലെ തന്നെ കൊക്കോ പൗഡറും കൂടി എന്ത് ചെയ്യണം, ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. അത് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോണത്. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, ആദ്യം ഈ കോൺഫ്ലോറിനെ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയന്റ് കോൺഫ്ലോർ, അതേപോലെ തന്നെ കഴിഞ്ഞിട്ട് കൊക്കോ പൗഡർ. എന്നിട്ട് എന്ത് ചെയ്യാം, ഇതിന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് നല്ലോണം മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ അരിപ്പയിലൂടെ നിന്ന് അരിക്കുന്നത്. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള കൊക്കോ പൗഡർ, കടലപ്പൊടി, അതേപോലെ തന്നെ കോൺഫ്ലോർ, ഇത് മൂന്നും ഞാനൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഏത് പാത്രത്തിലേക്കാണോ അത് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്, ആ പാത്രം എടുക്കുക. അതിലൊന്ന് ഗ്രീസ് ചെയ്ത് വെക്കണം. അതിൽ നമ്മൾ എണ്ണ ഒന്ന് തടവി വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പാത്രം എടുത്തിരിക്കുന്നത്. അപ്പം ആ പാത്രത്തിന്റെ സൈഡ്സിലും താഴെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നെയ്യില്ലേ, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒന്ന് ഇതിൽ തേച്ചു കൊടുക്കുക. നല്ലോണം ഗ്രീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പാത്രം ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. അപ്പൊ നമ്മള് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ പോണത്, നമ്മൾ നെയ്യും അതേപോലെ തന്നെ സൺഫ്ലവർ ഓയിലും മിക്സ് ചെയ്ത് വെക്കാം. നെയ്യൊന്ന് ഉരുക്കണം, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നെയ്യില്ലേ, അതൊന്ന് ഉരുക്കിയെടുക്കുക. അപ്പൊ അത് നമ്മുടെ നെയ്യ് ഒന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇതിനെ ചൂടാക്കാനായിട്ട് വെക്കാം. ഇനി നമ്മളിത് തിളച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ഇനി ഇത് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിന്റെ അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇത് ചൂട് പോക്കണ്ട, നമുക്ക് അടുത്ത ഗ്യാസിലേക്ക് എടുത്തു വെച്ചിട്ട് അടുത്തൊരു ഫ്ലെയിമിലേക്ക് എടുത്തു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടവിടെ വെച്ചേക്കാം. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എടുത്തിരിക്കുന്ന പഞ്ചസാര, 1 കപ്പ് പഞ്ചസാര ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. 1 കപ്പ് പഞ്ചസാര നമ്മൾ ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം, അതും കൂടെ ഇതിൽ ഒരു 1/2 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് വെള്ളം കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് നല്ലോണം അലിഞ്ഞു വരണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ മതി. ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് അത് പുകഞ്ഞു പോകും. ജസ്റ്റ് ഇതൊന്ന് അലിയുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ അത് നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ലോണം അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പൊ ഇത് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് വെക്കാം. ഇനിയിപ്പോ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതെല്ലാം കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊരു 4 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതിന് മിക്സ് ചെയ്യുക. ഇതൊക്കെ മിക്സ് ആയിട്ടുണ്ട്. അതേപോലെ ബാക്കിയുള്ളത് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുക. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ബാക്കിയും കൂടെ ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക.
മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, പറ്റാവുന്ന കട്ടകളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇതൊരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു നമ്മുടെ കടലപ്പൊടിയുടെ ആ ഒരു സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒന്ന് വേവിക്കുക, ആ കടലപ്പൊടി ഒന്ന് വേവിക്കുന്ന ടൈം, അതാണ് നമുക്ക് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. അതൊന്ന് വേവിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യോ എണ്ണയോ നമ്മൾ എന്താ ഉപയോഗിച്ച് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ചൂടാക്കാൻ വേണ്ടിയിട്ട്, അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇങ്ങനെ ഒരു തിള വന്ന് തുടങ്ങുമ്പോൾ ഫ്ലെയിം എന്ത് ചെയ്യാം, നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ അതിൽ കിടന്നിട്ട് കുക്ക് ചെയ്യട്ടെ. ഏകദേശം ഇതൊന്ന് കുക്കായി വരാനായിട്ടുണ്ട്. ആ സമയം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ലോ ഫ്ലെയിമിലല്ലേ നമ്മൾ ഓയിൽ വെച്ചിരിക്കുന്നത്, നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല തിള വരണം ആ ഓയിലിന്. ഇപ്പം ഞാൻ എന്താ നമ്മുടെ ഈ ഒരു മിക്സ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം തിള വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചിലർ പറയും ഈ ഗ്രാം ഫ്ലോർ എന്ന് വെച്ചാൽ നമ്മൾ കടലപ്പൊടി റോസ്റ്റ് ചെയ്യണം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ റോസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല, ഡയറക്റ്റ് അങ്ങനെ ഇട്ട് കൊടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ്റ്റ് ചെയ്തിട്ട് ചെയ്യാം. ഈ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. മീഡിയം ടു ലോ ആ ഇതിൽ ഇട്ടാൽ മതി. ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് ഇപ്പം ചെയ്യണ്ട. ഇപ്പം എന്ത് ചെയ്യാം, മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇപ്പം എന്താ ഏകദേശം ഒരു വന്നിട്ടുണ്ട് ഈ കടലപ്പൊടി. ഇനി നമ്മൾ എന്ത് ചെയ്യണ്ട, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നെയ്യില്ലേ, നെയ്യ് നമ്മൾ ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഒന്ന് കുറുക്കി കട്ടിയായിട്ട് എടുക്കണം. അതാണ് നമ്മളിനി ചെയ്യാം. അപ്പം നമ്മുടെ എണ്ണ ഒന്ന് നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പം അതും ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടിട്ട് കുറച്ച് ഓയിൽ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഒഴിച്ചാൽ മതി. നമ്മൾ എന്ത് ചെയ്യുക, ഇതിനൊന്ന് ഇളക്കി കൊടുക്കുക. ആ എണ്ണയൊക്കെ അതിൽ നല്ലോണം മിക്സായി കഴിഞ്ഞു. നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടെ ആ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ നല്ലോണം മിക്സ് ചെയ്തൊക്കെ കഴിയുമ്പം കുറച്ചും കൂടെ കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഈ പാത്രത്തിൽ നിന്നൊക്കെ ഫുള്ളായിട്ട് അത് വിട്ട് വരാൻ തുടങ്ങും. ഓക്കെ, നമ്മൾ ഹൽവയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യും, ഇത് നല്ലോണം വിട്ട് വരാൻ തുടങ്ങും. ഇതാണ് നമ്മുടെ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് ബാക്കി കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് തിക്കായി വരുന്നുണ്ട്. നമ്മളെ ബാക്കി വെച്ചിരിക്കുന്ന ഫ്ലെയിം, നമ്മുടെ എണ്ണയുടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ബാക്കി വന്നിരിക്കുന്ന നമ്മുടെ ബാക്കി എണ്ണയും കൂടെ ഇല്ലേ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ എണ്ണയും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ലാസ്റ്റ് ട്രിപ്പ് എണ്ണ ഒഴിച്ച് കഴിഞ്ഞു. നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടിയിടാം. ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പാത്രത്തിൽ നിന്നൊക്കെ ഫുള്ളായിട്ട് വിട്ട് വന്നിട്ടുണ്ട് ഇത്. അപ്പോൾ നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇത് നല്ലോണം പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് ഏകദേശം ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പ്ലേറ്റ് ഇവിടെ റെഡിയാണ്. അതിലേക്ക് നമ്മുടെ മിക്സ് ഇട്ട് കൊടുക്കുക. ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് പരത്തി കൊടുക്കുക. നല്ലോണം സൈഡ്സൊക്കെ തണുപ്പ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഈ ചൂടൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക.
അപ്പം നമ്മുടെ ചോക്ലേറ്റ് മൈസൂർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കമന്റ്സ് ഒക്കെ പറയണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ചാനല്. അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും എനിക്ക് അഭിപ്രായം പറഞ്ഞു തരണം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.